കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പനീറിൻ്റെ റെസിപ്പീസ് അത്തൺമെനുവിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് പനീർ ബട്ടർ മസാല. അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പനീർ ബട്ടർ മസാല ചെയ്തത് ക്രീമൊന്നും യൂസ് ചെയ്യാതെയാണ്, നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അത് പനീർ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീറാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇനി അടുത്തതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ഈ പനീരൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത്രയാണ് ഞാനിതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി. ഒരുപാട് ലൂസാക്കി കളയരുത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്നൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കശ്മീരി മുളക് പൊടിക്ക് പകരം നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി എടുക്കാം. അപ്പോൾ ഞാനിനി പനീറിൻ്റെ ഈ ക്യൂബ്സ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എല്ലാം കൂടി നന്നായിട്ട് മസാലയിൽ ഒന്ന് പുരട്ടി വെക്കുക. അപ്പോൾ ഇതൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ നമ്മളിതിങ്ങനെ മാറ്റി വെക്കാം. നമ്മൾ ബാക്കിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്തേക്ക് ഇത് മാരിനേറ്റ് ആയി കിട്ടിക്കോളും. ഇത് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാക്കുക. അപ്പോൾ അതിനകത്തേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 സ്പൂണ് ഓയിൽ എടുക്കുകയാണെങ്കിൽ 1 സ്പൂണ് നെയ്യ് എടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂണ് ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇത്രയും പോലെ പട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണം പട്ടയാണ്. അതേപോലെ തന്നെ 2 ഏലക്കായി, 2 ഗ്രാമ്പൂ, ഇത് രണ്ടും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക ബട്ടറിലിട്ടിട്ട്. നമ്മുടെ പട്ടയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലല്ല ഉണ്ടാക്കുന്നത്. അത് കുറച്ചുകൂടെ ക്രീമിയാണ് അതിൻ്റെ ടെക്സ്ചർ. അപ്പം അത് സവോളയൊക്കെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒന്നും ചേർക്കണ്ട. ഡയറക്റ്റായിട്ട് ബട്ടറിലേക്ക് ഈ സവോളയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എന്തായാലും വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റൊക്കെ നമുക്ക് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ പറ്റും. നല്ല ബ്രൗൺ കളർ ആയി കിട്ടും പെട്ടെന്ന്. അപ്പോൾ ഇത് സവോളയൊക്കെ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ സവോളയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണവും മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വയ്ക്കുക. പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ പച്ചക്കുത്ത് കാണും. പച്ചമണം മാറാതെ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് പോവുകയാണെങ്കിൽ ആ പൊടികളുടെ പച്ചക്കുത്ത് ഉണ്ടാവും. മല്ലിപ്പൊടിയിലൊക്കെ പച്ചക്കുത്ത് കാണും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പൊടികൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഞാൻ ഇതിനകത്തേക്ക് അതായത് ഏകദേശം 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അപ്പോൾ ഇത് പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-15 കാഷ്യൂ നട്ട് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കട്ടിയിൽ അരച്ചെടുത്തതാണിത്. പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 2 വലിയ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ജാറ് കഴുകിയ വെള്ളം കൂടെ ഇതിനകത്തേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് എണ്ണയൊക്കെ ഒന്ന് പുറത്ത് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് നോക്കിക്കേ, ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ തക്കാളി അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ലൂസാക്കാൻ പാടില്ല, ഇത് കുറച്ച് തിക്കാണ് ഇതിൻ്റെ ഗ്രേവി. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യരുത്, ഈ ഒരു സമയത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1 സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമ്മളൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഈ പനീർ ഒന്ന് ചൂടായി കിട്ടണം. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഈ മസാലയൊന്നും പനീറിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിങ്ങനെ കട്ടിയായിട്ടിരിക്കും, റബ്ബർ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റോ എത്ര മതിയാവും അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പനീർ ബട്ടർ മസാല ആണെങ്കിൽ വേണ്ടതെങ്കിൽ ക്രീമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ തക്കാളിയൊക്കെ ഇട്ടില്ലേ, അപ്പോൾ ആ സമയത്ത് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് തൈരും കൂടെ ആഡ് ചെയ്യാം. പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നോക്കിക്കേ, നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ പനീർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ഈ പനീർ ആഡ് ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. അരച്ചിട്ട് നമ്മുടെ ഈ പനീർ ഫ്രൈ ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി പ്രൊസീജിയറൊക്കെ അതുപോലെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മൾ പനീറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. ആ പനീറിന് മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്